ഹായ് ഓൾ, +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായ ഒരു ബിസിനസ് ആരംഭിച്ച് അതിനോടൊപ്പം തന്നെ സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ള അനേകം പേരെ കൈപിടിച്ചുയർത്തിയ ഇർഫാൻ ആലത്തെ പറ്റി നമ്മൾ പഠിച്ചു. ബിസിനസ്സിൽ നിന്നും ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഇർഫാന് സന്തോഷം ലഭിച്ചത് പാവപ്പെട്ട റിക്ഷക്കാരെ ശാക്തീകരിക്കുന്നതിലാണ്. സ്വന്തം ജീവിതത്തിൽ പല കാര്യങ്ങളും നടന്നില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന അനേകം പേരുണ്ട്. അങ്ങനെയുള്ള ഒരു വനിതയുടെ ജീവിതകഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊണ്ണൂറാം പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് ഒന്ന് നോക്കുക. There are people who are daring enough to go to any extent to pursue their dreams. For them, success is not just about money or popularity. It is something beyond these. Many young people are into social enterprises which demand a lot of commitment and hard work. They reach out to the community in their own way and try to make a difference. For them, success means happiness for themselves and for others. The following extract is the true story of a girl as narrated by her. Read on. ചില ആൾക്കാർ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി ഏതറ്റം വരെയും പോകും. അവരെ സംബന്ധിച്ച് വിജയം എന്നത് പണവും പ്രശസ്തിയും മാത്രമല്ല, അതിനും അപ്പുറമുള്ള എന്തോ ഒന്നാണ്. ഒരുപാട് ആത്മാർത്ഥതയും കഠിനാധ്വാനവും ആവശ്യമുള്ള സാമൂഹിക സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേകം ചെറുപ്പക്കാരുണ്ട്. അവർ അവരുടേതായ രീതിയിൽ സമൂഹത്തിന് വേണ്ടി പലതും ചെയ്യുന്നു, എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ ശ്രമിക്കുന്നു. അവരെ സംബന്ധിച്ച് വിജയം എന്നാൽ തങ്ങൾക്കും മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ യഥാർത്ഥ കഥ കേൾക്കുക. ദീദി എന്നാൽ മൂത്ത സഹോദരി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഷഹീൻ മിശ്രയെ പറ്റിയാണ്. 5 വ്യത്യസ്ത രാജ്യങ്ങളിലായാണ് ഷഹീൻ വളർന്നതും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതും. ഇന്ത്യയിൽ സ്കൂളിൽ പോകാനാവാത്ത ദരിദ്രരായ കുട്ടികളുടെ ഉന്നമനത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഷഹീൻ ആഗ്രഹിച്ചു. വിദേശ വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച ഷഹീൻ മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങി. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുംബൈയിലെ ചേരികളിലേക്ക് കടന്നു ചെന്ന ഷഹീൻ അവിടുത്തെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങി. 1989 ഷഹീൻ ദരിദ്ര വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായി ആകാംക്ഷ സെന്റർ സ്ഥാപിച്ചു. ഷഹീന്റെ സഹപാഠികളായിരുന്നു അവിടുത്തെ ടീച്ചർമാർ. ഈ സെന്റർ പിന്നീട് ആകാംക്ഷ ഫൗണ്ടേഷനായി വളർന്നു. ഇന്ന് ആകാംക്ഷ ഫൗണ്ടേഷൻ മൂലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്നു. അനേകം വെല്ലുവിളികൾ നേരിട്ട് ഇങ്ങനെ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ച ഷഹീന്റെ കഥ നമുക്കൊന്ന് കേൾക്കാം. ഒരു പോയത്തോടു കൂടിയാണ് ചാപ്റ്റർ ആരംഭിക്കുന്നത്. I reached to touch a rainbow today. I reached up high, so high. And yet as high as I reached up, I could not touch the sky. I will reach to touch a rainbow again. I will reach up higher than high. And if I reach up high enough, I just may skim the sky. ഞാൻ മഴവില്ലിനെ തൊടാനായി ഉയർന്നു, വീണ്ടും വീണ്ടും ഉയർന്നു. പക്ഷെ എത്ര ഉയർന്നിട്ടും എനിക്ക് മഴവില്ലിനെ തൊടാൻ പറ്റിയില്ല. ഞാൻ വീണ്ടും ശ്രമിക്കും, വീണ്ടും ഉയരും. വീണ്ടും ഉയർന്നാൽ എനിക്ക് ആകാശത്തു കൂടി പറന്നു നടക്കാൻ പറ്റും. നമ്മുടെ ലക്ഷ്യം നേടാനുള്ള പരിശ്രമത്തിൽ നമ്മൾ പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും പരിശ്രമിക്കുക വഴി ആ ലക്ഷ്യം നേടിയെടുക്കാനാവുമെന്ന ആശയമാണ് ഈ കവിത മുന്നോട്ട് വെക്കുന്നത്. എന്റെ കുട്ടിക്കാലത്ത് ഇന്തോനേഷ്യയിലെ ഞങ്ങളുടെ വീടിന്റെ നീളൻ വരാന്തയിലിരുന്ന് എന്റെ ഡയറിയിൽ ഞാൻ കവിതകൾ എഴുതുമായിരുന്നു. ഉറുമ്പുകൾ വലിയ ഭാരവും ചുമന്ന് അവയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് ഞാൻ നോക്കിയിരിക്കും. ആ സമയത്തൊക്കെ ഞാൻ ആലോചിക്കും, എന്റെ ഭാവി എന്താണ്? എനിക്കിപ്പോ 12 വയസ്സായി. ഈ 12 വയസ്സിൽ ഞാൻ എന്ത് നേടി? വർഷം 1983. ജക്കാർത്തയിലെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ശാന്തമായ ജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയം. ഞാൻ ഒരു ദിവസം അവിടെയുള്ള ഒരു അനാഥാലയം സന്ദർശിക്കാൻ പോയി. ഞാൻ അവിടെ കുറെ കുട്ടികളെ കണ്ടു. തുടർന്നുള്ള എല്ലാ ഞായറാഴ്ചയും ഞാൻ ആ അനാഥാലയത്തിലേക്ക് പോയി. എന്റെ അച്ഛന് ഒരു ബാങ്കിലായിരുന്നു ജോലി. 5 രാജ്യങ്ങളിലായാണ് എന്റെ വിദ്യാഭ്യാസം നടന്നത്. 10ഓളം സ്കൂളുകളിൽ ഞാൻ പഠിച്ചു. വേനലവധിക്കാലം ഞാൻ മുംബൈയിലായിരുന്നു ചെലവഴിച്ചത്. ഞാൻ അവിടെ കാഴ്ചയില്ലാത്ത കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ സന്ദർശിച്ചു. ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്. അവിടെ പടിക്കെട്ടുകളിലൂടെ ഓടുകയും കിലുങ്ങുന്ന ഒരു പന്ത് കൊണ്ട് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യുന്ന ആത്മവിശ്വാസമുള്ള കുറെ കുട്ടികളെ ഞാൻ കണ്ടു. ഇന്ത്യയിലെ ഈ വേനൽക്കാല കാഴ്ചകളിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ കടുത്ത അസമത്വം നിലനിൽക്കുന്നു. കുട്ടികൾ തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഒരു സുഹൃത്ത് നടത്തിയ ഒരു പാർട്ടിയിൽ ഒരുപാട് ഭക്ഷണം അധികം വന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ചു. ഈ പാർട്ടിയിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഞാൻ മറ്റൊരു കാഴ്ച കണ്ടു. റോഡ് വക്കിലിരുന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ കുടുംബത്തിന് വേണ്ട കുറച്ച് അരിയും പരിപ്പും വേർതിരിക്കുന്നു. മുംബൈ നഗരത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് അവിടുത്തെ ചേരികളെന്ന് എനിക്ക് മനസ്സിലായി. 1989 വേനൽക്കാലത്ത് ഞാൻ മുംബൈയിലൂടെ ടാക്സിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ട്രാഫിക് സിഗ്നലിൽ ടാക്സി നിർത്തിയപ്പോൾ 3 കുട്ടികൾ കാറിനടുത്തേക്ക് ഓടിയെത്തി. അവർ ഭിക്ഷക്കാരായിരുന്നു. പെട്ടെന്ന് എന്റെ മനസ്സിലൂടെ ഒരു ചിന്ത കടന്നുപോയി. വിദേശവാസം നിർത്തി ഇന്ത്യയിൽ തന്നെ താമസിച്ചാൽ എന്റെ ജീവിതത്തിന് കുറെ കൂടി അർത്ഥമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ഭിക്ഷയെടുക്കുന്ന കുട്ടികളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് കുട്ടിക്കാലം മുതൽ ഞാൻ അന്വേഷിക്കുകയായിരുന്നു. കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. ഇനി മുതൽ ഇന്ത്യയാണ് എന്റെ രാജ്യം. ഇവിടുത്തെ വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം എനിക്ക് കൊണ്ടുവരണം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയിലെ ബോസ്റ്റൺ നഗരത്തിലുള്ള മാസച്യൂസെറ്റ്സ് യൂണിവേഴ്സിറ്റിയിലാണ്. അവിടേക്ക് തിരിച്ചു പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചു. അവരോട് ഞാൻ ഇന്ത്യയിൽ തന്നെ താമസിച്ച് ഇവിടുത്തെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള എൻ്റെ പദ്ധതിയെപ്പറ്റി പറഞ്ഞു. അമേരിക്കയ്ക്ക് തിരിച്ചുപോയി എൻ്റെ പഠനം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു.
ഞാൻ പറഞ്ഞതെല്ലാം അവർ ശ്രദ്ധിച്ചു കേട്ടു. ആദ്യം എന്നെ അവർ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവർ സമ്മതിച്ചു. 2 വ്യവസ്ഥകൾ എൻ്റെ അച്ഛനും അമ്മയും മുന്നോട്ട് വെച്ചു. മുംബൈയിൽ സേവനം ചെയ്യുന്നതിനോടൊപ്പം ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ നേടണം. പിന്നീട് ഉന്നത പഠനത്തിനായി വിദേശത്ത് പോവുകയും വേണം. 2 വ്യവസ്ഥകളും ഞാൻ അംഗീകരിച്ചു. എൻ്റെ അച്ഛനും അമ്മയും പഠിച്ച സെന്റ് സേവിയേഴ്സ് കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ പോയി. അഡ്മിഷന് വേണ്ടി പ്രിൻസിപ്പലിനെ കാണണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അഡ്മിഷൻ 3 മാസം മുമ്പ് കഴിഞ്ഞു, പ്രിൻസിപ്പൽ ആരെയും കാണാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കാറില്ല എന്ന മറുപടിയാണ് ഓഫീസിൽ നിന്നും എനിക്ക് കിട്ടിയത്. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിന്ന് എന്നോട് അവിടുത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞു, പ്രിൻസിപ്പലിൻ്റെ ഓഫീസിന് ഒരു സൈഡ് ഡോർ ഉണ്ട്, അതുവഴി ഒന്ന് പോയി നോക്കൂ. ഞാൻ സൈഡ് ഡോർ വഴി പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നു. ഫാദർ ഡിക്രൂസ് ആയിരുന്നു സെയിൻറ്റ് സേവിയേഴ്സിലെ പ്രിൻസിപ്പൽ. ഞാൻ കയറി ചെന്നപ്പോൾ അദ്ദേഹം എന്നോടെന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചോ, എൻ്റെ ജീവിതം ഇപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ്. ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അച്ഛൻ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഒടുവിൽ അദ്ദേഹം എനിക്ക് സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അഡ്മിഷൻ നൽകി. ക്ലാസ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ക്ലാസ് റൂമിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മുംബൈ നഗരത്തിൽ നിന്നും പഠിക്കാൻ പറ്റും. ഞാൻ ഇന്ത്യയെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ തീരുമാനിച്ചു. ഞാൻ നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് മുംബൈയിലൂടെ നടന്നു. ഒരു ദിവസം ഞാൻ മുംബൈയിലെ ഒരു ചേരിയിലേക്ക് കടന്നു ചെന്നു. കുടിവെള്ളത്തിനോ മാലിന്യ നിർമ്മാർജ്ജനത്തിനോ സൗകര്യമില്ലാത്ത ആ ചേരിയിൽ 10,000 പേരോളം താമസക്കാരുണ്ടായിരുന്നു. ഇത്രയും പേർക്ക് കൂടി 6 ശുചിമുറികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ആ ചേരിയിലെ കുട്ടികളുമായി സംസാരിച്ചു. ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും അവസരങ്ങളും കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചു. ആ ചേരിയിലൂടെ നടക്കുമ്പോൾ അവിടെ സന്ധ്യ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അവൾ എന്നെ അവളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവളുടെ വീട് എൻ്റെ വീട്ടിലെ ബാത്റൂമിനേക്കാൾ ചെറുതായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ചില കുട്ടികൾ അവിടേക്ക് എത്തി. ഞാൻ അവരെ കുറേശ്ശെ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങി. ഈ കുട്ടികൾക്ക് വേണ്ടി പലതും ചെയ്യാനാവുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായി. കോളേജ് വിട്ടാൽ ഉടൻ തന്നെ ഈ ചേരിയിലെത്തി ഞാൻ കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികൾ എന്നെ ദീദി, അതായത് ചേച്ചി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ചേരിയിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടാണ് ആകാംക്ഷ സെന്റർ രൂപം കൊണ്ടത്. ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ചേരിയിലെ കുട്ടികൾ പഠനം സീരിയസ് ആയി എടുക്കണമെങ്കിൽ പഠന സമയത്ത് അവർ ചേരിയിൽ നിന്നും മാറി നിൽക്കണം. അവരെ പഠിപ്പിക്കാനായി ആകാംക്ഷയ്ക്ക് സ്ഥലം വേണം. ഞാൻ സ്ഥലം അന്വേഷിച്ച് 20ഓളം സ്കൂളുകൾ കയറി ഇറങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണിക്കൂർ നേരം ഒരു ക്ലാസ് റൂം ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിച്ചു. ആ സ്കൂൾ അധികൃതരാരും തന്നെ ഞങ്ങൾക്ക് ക്ലാസ് റൂം വിട്ടുതരാൻ തയ്യാറായില്ല. അതിനവർ യുക്തിക്ക് നിരക്കാത്ത കുറെ കാരണങ്ങളും പറഞ്ഞു. ഒരു പ്രിൻസിപ്പൽ പറഞ്ഞത് ചേരിയിലെ കുട്ടികളിൽ നിന്നും മറ്റു കുട്ടികൾക്ക് അസുഖം പകർന്നു കിട്ടുമെന്നാണ്. ചേരിയിലെ പെൺകുട്ടികളുടെ കുപ്പിവളകൾ കൊണ്ട് സ്കൂളിലെ ബെഞ്ചുകളിലും ഡെസ്കുകളിലും പോറൽ വീഴുമെന്ന് മറ്റൊരു സ്കൂളിലെ പ്രിൻസിപ്പൽ കണ്ടെത്തി. ക്ലാസ് റൂം കണ്ടെത്താനുള്ള എന്റെ ശ്രമം ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അപ്പോഴേക്കും കൊളാബയിലെ ഹോളി നെയിം ഹൈസ്കൂളിന്റെ പ്രിൻസിപ്പൽ ഒരു ക്ലാസ് റൂം വിട്ടുതരാമെന്ന് സമ്മതിച്ചു. ഇതായിരുന്നു ആദ്യത്തെ ആകാംക്ഷ സെന്റർ. സെയിന്റ് സേവിയേഴ്സിലെ എന്റെ സഹപാഠികളായിരുന്നു ടീച്ചർമാർ. 1991 ആകാംക്ഷ ഔദ്യോഗികമായി നിലവിൽ വന്നു. 15 കുട്ടികളുള്ള ഒറ്റ ക്ലാസ് റൂമായിട്ടാണ് ഞങ്ങൾ തുടക്കമിട്ടത്. ഇന്ന് ആകാംക്ഷയ്ക്ക് 52 സെന്ററുകളും 6 സ്കൂളുകളും 3500 വിദ്യാർത്ഥികളുമുണ്ട്. ഇവിടെ കുട്ടികൾ ഇംഗ്ലീഷ്, മാത്സ്, മൂല്യങ്ങൾ എന്നിവ പഠിക്കുന്നു. അതിലൂടെ അവർക്ക് അഭിമാനവും ആത്മവിശ്വാസവും കൈവരുന്നു. ഷഹീൻ മിസ്ട്രി ആരംഭിച്ച ആകാംക്ഷ ഫൗണ്ടേഷൻ ഇന്ന് വലിയൊരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ആയിരക്കണക്കിന് ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഷഹീൻ ആരംഭിച്ച ഈ സംഘടനയ്ക്കായി. ഇന്ത്യ മുഴുവനുമുള്ള ഈ സംഘടനയുടെ തുടക്കം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ചേരിയിൽ താമസിക്കുന്ന സന്ധ്യ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ഏതാനും ചില കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ചെറിയ തുടക്കമാണ് വലിയ ഒരു സന്നദ്ധ സംഘടനയായി പടർന്ന് പന്തലിച്ചത്. നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ? ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി ചെറിയ രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഷഹീൻ മിസ്ട്രിക്ക് വേണമെങ്കിൽ അമേരിക്കയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഏതെങ്കിലും ബഹുരാഷ്ട്ര കമ്പനിയിൽ ജോലി നേടി ലക്ഷങ്ങൾ സമ്പാദിക്കാമായിരുന്നു. പക്ഷേ അവരതിന് ശ്രമിച്ചില്ല. തന്റെ ജീവിതത്തിന് മറ്റൊരർത്ഥം കണ്ടെത്താനാണ് ഷഹീൻ ശ്രമിച്ചത്. അതായിരുന്നു അവരുടെ സന്തോഷം. ഇനി നമുക്ക് തിങ്ക് ആൻഡ് റൈറ്റ് സെക്ഷനിലേക്ക് പോകാം. What kind of problems did Shaheen face when she settled in India? ഇന്ത്യയിൽ താമസമാക്കിയപ്പോൾ ഷഹീന് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്? What was the iniquity that she found in India? എന്ത് അസമത്വമാണ് ഷഹീൻ ഇന്ത്യയിൽ കണ്ടത്? Why do you think the principals of different schools refused to give a space for the children from the slum? എന്തുകൊണ്ടാണ് ചേരിയിലെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് റൂം വിട്ടു നൽകാൻ സ്കൂൾ പ്രിൻസിപ്പൽമാർ തയ്യാറാകാഞ്ഞത്? ഷഹീൻ refers to the Indian education system as bookish. Comment on this. ഇന്ത്യൻ വിദ്യാഭ്യാസം പുസ്തകത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളിൽ അധിഷ്ഠിതമാണ്. ഷഹീന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരങ്ങൾ ദീദി എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ ലഭ്യമാണ്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. Activity 1. Job application and resume. Study the following poster that tells about another initiative called Teach for India by Shaheen Mystery. It is an advertisement seeking volunteers to teach the children in low-income areas. If you were to apply for this vacancy, what would you write in your application and resume? Before you start writing, go through the templates of a cover letter and resume given below. ഇത് ഷഹീൻ മിസ്ട്രിയുടെ ഒരു പ്രൊജക്റ്റായ ടീച്ച് ഫോർ ഇന്ത്യയുടെ പോസ്റ്ററാണ്. താഴ്ന്ന വരുമാനം ലഭിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരസ്യമാണിത്. നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. ഈ ജോലിക്കുള്ള അപേക്ഷയും റെസ്യൂമെയും തയ്യാറാക്കുക. ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിന്റെയും റെസ്യൂമയുടെയും ടെംപ്ലേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതേ മാതൃകയിൽ നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമെയും തയ്യാറാക്കുക. സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നത് കാണുക.
Activity 2. Job interview. Suppose your application is considered positively and you are invited for an interview. What kind of responses would you make to the following interview questions? Remember to use formal language and try to be honest in your answers. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കണ്ട ടീച്ച് ഫോർ ഇന്ത്യയുടെ അധികൃതർ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു. നിങ്ങളോട് അവർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം നൽകും? സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നു. Activity 3. Model auxiliaries. Look at the following sentences from the text. I would sit and watch little ants carry large loads. I suddenly knew that my life would have more meaning if I stayed in India. Later, I would travel abroad for my graduate degree. These children eventually formed the first class I would teach. Have you noticed the use of would in these sentences? Discuss with your partner as to what meaning would carries in each of these sentences. ഈ സെന്റൻസസിലെ വുഡ് എന്ന വാക്കിന്റെ ഉപയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇവയിലെല്ലാം തന്നെ വുഡിന് വ്യത്യസ്ത ഉപയോഗങ്ങളാണ് ഉള്ളത്. ഹിയർ വുഡ് ഈസ് എ മോഡൽ ഓക്സിലറി വെർബ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു. ഇവിടെ വുഡ് എന്നത് ഒരു മോഡൽ ഓക്സിലറി വെർബ് ആണ്. വുഡിന്റെ ഉപയോഗങ്ങൾ താഴെ പറയുന്നു. ടോക്ക് അബൌട്ട് ദ പാസ്റ്റ്, ഭൂതകാലത്തെ പറ്റി സൂചിപ്പിക്കാൻ. ടോക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്തിൽ വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി പറയാൻ. എക്സ്പ്രസ് ദ കണ്ടീഷണൽ മൂഡ്, കണ്ടീഷൻ വരുന്ന ഒരു അവസ്ഥയെ പറ്റി പറയാൻ. എക്സ്പ്രസ് ഡിസയർ, പൊളൈറ്റ് റിക്വസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യൻസ്, ഒപ്പീനിയൻ ഓർ ഹോപ്പ്, വിഷ് ആൻഡ് റിഗ്രറ്റ്. ആഗ്രഹം, അപേക്ഷ, ചോദ്യം, അഭിപ്രായം, വിഷമം എന്നിവ പ്രകടിപ്പിക്കാൻ. You have studied the model auxiliaries earlier. Let's revisit them and use them in various contexts. Go through the following table to understand some of the commonly used model auxiliaries and their functions. ഏതാനും മോഡൽ ഓക്സിലറി വെർബ്സും അവയുടെ ഉപയോഗവും കാണിക്കുന്ന ഒരു ടേബിൾ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. അതൊന്ന് കാണുക. മോഡൽ ഓക്സിലറീസിന്റെ പ്രാക്ടീസിനായി ഒരു എക്സസൈസ് തന്നിട്ടുണ്ട്. ഈ പാരഗ്രാഫിലെ ബ്ലാങ്ക്സ് ശരിയായ മോഡൽ ഓക്സിലറീസ് ഉപയോഗിച്ച് ഫിൽ ചെയ്യുക. സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നു. Activity 4. Role play. Shaheen wanted to stay back in India, but her parents were not quite willing to let her stay. They thought she would not be able to adjust with the life in India. But Shaheen insisted and persuaded them to let her continue her studies in India. How do you think she must have persuaded her parents to get her wish granted? With your partner, develop a conversation between Shaheen and her mother. After writing, enact it in the class. You may use the expressions of persuasion given in the box below. ഇന്ത്യയിൽ പഠനം തുടരാൻ ഷഹീൻ തന്റെ പേരൻസിന്റെ പക്കൽ നിന്നും സമ്മതം വാങ്ങിയത് എങ്ങനെയായിരിക്കും? ഷഹീനും പേരൻസും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. പിന്നീട് ഈ സംഭാഷണം റോൾ പ്ലേ രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. സാമ്പിൾ കോൺവെർസേഷൻ നൽകിയിരിക്കുന്നത് കാണുക. ബോക്സിൽ നൽകിയിരിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. Activity 5. Project. Listed below are some issues found in different schools. Go through them carefully. ഈ ആക്ടിവിറ്റി ഒരു പ്രൊജക്റ്റ് ആണ്. 3 സ്കൂളുകളിലെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. ക്ലാസ്സിൽ 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു പ്രൊജക്ട് തയ്യാറാക്കുക. പ്രൊജക്ടിന്റെ വിവരങ്ങൾ എഴുതാനായി ഒരു ടെംപ്ലേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. Activity 6. Let's edit. A website called Student Job is offering internship jobs for students. Here is an application that a student has drafted to apply for the post of marketing intern. Read it carefully and correct the errors in it. തന്നിരിക്കുന്ന ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിൽ ഏതാനും തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ തിരുത്തി എഴുതുക. സാമ്പിൾ ആൻസർ നൽകിയിരിക്കുന്നത് കാണുക.
ദീദി എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ നോട്ട്സിന്റെയും വീഡിയോസിന്റെയും ലിങ്ക് നിങ്ങളുടെ +1, +2 VHSE സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.